നമസ്കാരം. നമ്മളറിയാതെ തന്നെ ലോകത്ത് ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ? ഇതിനിടയിൽ പത്രങ്ങളിലെ പ്രധാന വാർത്തകളും സംഭവങ്ങളുമൊക്കെ ചിലപ്പോൾ മിസ്സായി പോവാറുണ്ടോ? ഒരു പേടിയും വേണ്ട. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ലളിതമായി ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് നമ്മൾ ഈ 6 വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ഇന്ത്യയിലെ പുതിയ മാറ്റങ്ങൾ മുതൽ സ്പോർട്സിലെ പുത്തൻ റെക്കോർഡുകൾ വരെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷയം ഇന്ത്യയിലെ ഈ അടുത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്നതിന്റെ ഒരു സൂചന കൂടിയാണിത്. ഇതൊരു വലിയ വാർത്ത തന്നെയാണ്, അല്ലേ? സെൻസസ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണവും അവരുടെ വിവരങ്ങളുമൊക്കെ ശേഖരിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ്. ഇത് ഡിജിറ്റൽ ആവുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി പേപ്പർ വർക്കുകൾ കുറയും, വിവരങ്ങൾ വളരെ പെട്ടെന്ന് കിട്ടും, കണക്കുകളൊക്കെ കൂടുതൽ കൃത്യവുമാകും. ഇതിൻ്റെ ഒരു പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്കിതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകണം. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ. 1872 ആദ്യമായി ഒരു സെൻസസ് നടക്കുന്നത്. പക്ഷെ അത് രാജ്യത്ത് പലയിടത്തും പല സമയത്തായി നടന്ന ഒന്നായിരുന്നു. എന്നാൽ 1881 റിപ്പൺ പ്രഭുവിന്റെ കാലത്ത് നടന്നതാണ് രാജ്യത്ത് ഒരേ സമയം നടന്ന ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു വലിയ മാറ്റമാണ് 2027 വരാൻ പോകുന്ന ഡിജിറ്റൽ സെൻസസ്. ഒരു കാര്യം കൂടി ഓർത്തുവെക്കണം, ഓരോ 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്. ജനങ്ങളുടെ കണക്കിൽ നിന്ന് നമുക്ക് നേരെ വന്യജീവികളുടെ കാര്യത്തിലേക്ക് വരാം. വലിയ റോഡുകളും ഹൈവേകളുമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് മൃഗങ്ങളാണ്. അതിനൊരു പരിഹാരമാണ് ഈ വന്യജീവി മേൽപ്പാലങ്ങൾ വരുന്നത്. അതായത് വനത്തിനുള്ളിലൂടെ പോകുന്ന ഹൈവേയുടെ മുകളിലൂടെ മൃഗങ്ങൾക്ക് പേടിയില്ലാതെ അപ്പുറത്തേക്ക് കടന്നുപോകാൻ ഒരു വഴി. ഈ മേൽപ്പാലം വരുന്നത് കടുവകൾക്ക് പേരുകേട്ട രാജസ്ഥാനിലെ രന്തംബോർ ദേശീയോദ്യാനത്തിനടുത്താണ്. അപ്പോൾ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഊഹിക്കാമല്ലോ. കൂട്ടത്തിൽ ഈ 2 കാര്യങ്ങൾ കൂടി ഓർത്തു വെച്ചോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജിം കോർബറ്റ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? അത് കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന മധ്യപ്രദേശാണ്. ശരി, ഇനി നമുക്ക് നേരെ സയൻസ് ആൻഡ് ടെക്നോളജി ലോകത്തേക്ക് പോകാം. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ചില പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ആഹാ, ഇതൊരു വലിയ ആശ്വാസമുള്ള വാർത്തയാണ്. ഓരോ മഴക്കാലത്തും നമ്മളെ പേടിപ്പിക്കുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി. അതിനൊരു വാക്സിൻ വരുന്നത് ശരിക്കും ഒരു വലിയ കാര്യമാണ്. ജപ്പാനിലെ ടക്കേഡ എന്ന കമ്പനിയാണ് ക്യൂഡെങ്ക എന്ന ഈ വാക്സിൻ വികസിപ്പിച്ചത്. ഇതിന് ഇന്ത്യ അംഗീകാരം കൊടുത്തത് പൊതുജനാരോഗ്യ രംഗത്തെ ഒരു വലിയ നേട്ടം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ ഡെങ്കിപ്പനി? ഇതൊരു വൈറസ് രോഗമാണ്. അതായത് ഒരു വൈറസാണ് രോഗമുണ്ടാക്കുന്നത്. ഈ വൈറസിനെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഈഡിസ് ഈജിപ്റ്റി എന്ന പ്രത്യേകതരം കൊതുകുകളാണ്. അതുകൊണ്ടാണ് കൊതുകിനെ തുരത്തണമെന്നെപ്പോഴും പറയുന്നത്. ഈ രോഗത്തെക്കുറിച്ച് എല്ലാവരിലും ഒരു അവബോധമുണ്ടാക്കാനാണ് എല്ലാ വർഷവും മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ടെക്നോളജിയുടെ കാര്യത്തിൽ ഇന്ത്യയും ലോകവും ഒപ്പത്തിനൊപ്പം കുതിക്കുകയാണെന്ന് പറയാം. സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും സങ്കീർണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ. ഇന്ത്യയിൽ ആദ്യമായി ഇത് പുറത്തിറക്കിയത് ആന്ധ്രാപ്രദേശാണ്. അതേസമയം ജപ്പാനിലാകട്ടെ ആൾക്കാരെ കയറ്റാതെ സാധനങ്ങൾ മാത്രം കൊണ്ടുപോകുന്ന ലോകത്തിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങി. സാധനങ്ങൾ മിന്നൽ വേഗത്തിൽ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കും. ശരി, ഇനി നമുക്ക് പുസ്തകങ്ങളിലേക്കും പുരസ്കാരങ്ങളിലേക്കും വരാം. പുതിയ ചിന്തകൾ പങ്കുവയ്ക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചും ലോകം ആദരിക്കുന്ന വലിയ പ്രതിഭകളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണല്ലോ ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ സാമ്പത്തികപരമായ കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറയുന്ന 2 പുതിയ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണയായി അദ്ദേഹത്തിന്റെ ദാർശനികമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ സാമ്പത്തിക വിഷയങ്ങളിലെ അദ്ദേഹത്തിന്റെ ചിന്തകൾ കൂടി മനസ്സിലാക്കാൻ ഈ പുസ്തകങ്ങൾ സഹായിക്കും. ഗണിതശാസ്ത്രത്തിന്, അതായത് മാത്സിന് ഒരു നോബൽ സമ്മാനമുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു സംശയവും വേണ്ട, അത് ആബേൽ പുരസ്കാരമാണ്. അത്രയും വലിയ ഈ പുരസ്കാരം 2026 ലഭിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നുള്ള ഗെർഡ് ഫോൾട്ടിങ്സിനാണ്. ഗണിതശാസ്ത്ര ലോകത്തെ ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണിത്. ഓക്കെ, ഇനി കുറച്ച് സ്പോർട്സ് ആവേശമായാലോ? വിജയങ്ങളുടെയും റെക്കോർഡുകളുടെയും ലോകത്തുനിന്നുള്ള ചില പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ, എന്തൊക്കെ നേട്ടങ്ങളാണെന്ന്. ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ആയോധനകലയായ കളരിപ്പയറ്റിൽ കേരളം വീണ്ടും ദേശീയ ചാമ്പ്യന്മാരായി. ക്രിക്കറ്റിൽ 300 T20 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ ടീം എന്ന റെക്കോർഡ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി. ഇതിലേറ്റവും പ്രചോദനം നൽകുന്ന വാർത്ത ശീതൽ ദേവിയുടേതാണ്. കൈകളില്ലാതെ അമ്പെയ്ത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഈ താരം ലോകത്തിലെ ഏറ്റവും മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടു.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ നിയമം, പ്രതിരോധം എന്നീ മേഖലകളിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവ രണ്ടും നമ്മുടെ സാമൂഹിക ജീവിതത്തെയും രാജ്യത്തിന്റെ സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കോടതി വിധിയാണ് കേട്ടോ. പ്രായപൂർത്തിയായ രണ്ടുപേർക്ക് അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാം. അതായത് ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഒരു കുറ്റമല്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതി വിധിച്ചത്. വ്യക്തിസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് ഈ വിധി തുടക്കമിട്ടു. അപ്പോ കോടതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്നല്ലേ? അതാണ് നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദം 21. അത് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറിച്ച് ഓരോ വ്യക്തിക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉറപ്പു നൽകുന്നു. ഈ മൗലികാവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ സുപ്രധാന വിധി. ഇനി ഡിഫൻസിലേക്ക് വന്നാൽ, എക്സസൈസ് കക്കാട് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊരു വലിയ സംഭവമാണ്. അതായത് പല രാജ്യങ്ങളിലെ നേവികൾ ഒന്നിച്ചുകൂടി നടത്തുന്ന ഒരു ട്രെയിനിംഗ് പ്രോഗ്രാമാണ്. ഓസ്ട്രേലിയയിൽ നടന്ന ഈ പരിശീലന പരിപാടിയിൽ നമ്മുടെ INS നീലഗിരിയും പങ്കെടുത്തു. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം കൂട്ടാനും പുതിയ യുദ്ധതന്ത്രങ്ങൾ പഠിക്കാനും സഹായിക്കും. അപ്പോ നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലേ? ഇനിയൊരു ചെറിയ ടെസ്റ്റ് ആയാലോ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഓർമ്മയുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം. റെഡിയല്ലേ? ഒന്നാമത്തെ ചോദ്യം, സെൻസസിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് ഓർമ്മയുണ്ടോ? ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടപ്പിലാക്കിയത് ആരുടെ കാലത്താണ്? ഒരു ക്ലൂ തരാം. ആദ്യത്തേതല്ല, ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ്. അതെ, ശരി ഉത്തരം റിപ്പൺ പ്രഭുവാണ്. മറക്കരുത്, ആദ്യമായി സെൻസസ് തുടങ്ങിയത് മേയോ പ്രഭുവാണെങ്കിലും രാജ്യം മുഴുവൻ ഒരേ സമയം നടത്തിയത് റിപ്പൺ പ്രഭുവാണ് 1881-ൽ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ലോഞ്ച് ചെയ്ത സംസ്ഥാനമേതാണ്? നമ്മളിത് പറഞ്ഞതേ ഉള്ളൂ. കൃത്യം, ആന്ധ്രാപ്രദേശാണ് ആ നേട്ടം കൈവരിച്ചത്. വളരെ ശരിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിന്ന് മനസ്സിലാക്കി. ഡിജിറ്റൽ സെൻസസ് മുതൽ ശീതൽ ദേവിയുടെ പ്രചോദനമായ വിജയം വരെ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അറിവ് നേടുക എന്നത് ഇവിടെ തീരുന്നില്ല. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. ഇന്ന് നമ്മൾ സംസാരിച്ചതിൽ ഏത് വിഷയമാണ് നിങ്ങളെ കൂടുതൽ ആകർഷിച്ചത്? അതിനെപ്പറ്റി കൂടുതൽ വായിക്കാനും അറിയാനും ശ്രമിക്കുക. കാരണം അറിവ് നേടുന്നതാണ് ഏറ്റവും വലിയ ശക്തി. അടുത്ത തവണ കാണുന്നതുവരെ പഠനം തുടരുക.